ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമേ ഒരു വലിയ താങ്ക്സ് പറയട്ടെ. ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു. മെസ്സേജ് ആയിട്ടും കമൻസ് ആയിട്ടൊക്കെ ഒരുപാട് ഫീഡ്ബാക്കും സജഷൻസ് ഒക്കെ കിട്ടി. അതുകൊണ്ട് തന്നെ ഫസ്റ്റത്തെ വീഡിയോ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു വീഡിയോയിൽ കുറച്ചും കൂടി കോൺഫിഡൻസ് വന്നു. പിന്നെ ലാസ്റ്റ് വീഡിയോൻ്റെ ഓഡിയോ ക്വാളിറ്റി നല്ല മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ മൈക്ക് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കോൾഡ് ആയതുകൊണ്ട് സൗണ്ട് ചെറുതായിട്ടൊരു മാറ്റമുണ്ട്. അപ്പോൾ ബാക്ക് ടു ദ ടോപ്പിക്. എന്ത് കോണ്ടന്റ് ആണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ കുറേ ആൾക്കാർ കുറേ സജഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. അബൌട്ട് ജേർണലിംഗ്, ഡേ ഇൻ മൈ ലൈഫ്, പ്രൊഡക്റ്റീവ് ഡേ. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചത് CapCutനെ കൊണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യത്തെ വീഡിയോ അബൌട്ട് CapCut ചെയ്യാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഹൗ ടു ഇൻസ്റ്റാൾ CapCut ആൻഡ് യൂസ് ഇറ്റ് വിത്തൗട്ട് എനി പ്രോബ്ലം. അതായത് CapCutൻ്റെ എല്ലാ ഫീച്ചേഴ്സും സ്മൂത്ത് ആയിട്ട് ലോഡ് ചെയ്ത് നമുക്ക് എങ്ങനെ CapCut യൂസ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ മിക്ക ആൾക്കാർക്ക് അറിയായിരിക്കും CapCut ഇന്ത്യയിൽ ബാൻഡാണ്. അതുകൊണ്ട് CapCut നോർമൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിലൊന്നും കിട്ടില്ല. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് iOS-ൽ എങ്ങനെ CapCut ഡൗൺലോഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ആൻഡ്രോയിഡുകാരോട് ആദ്യം ഒരു സോറി, കാരണം ഇപ്പോൾ എൻ്റെ കയ്യിൽ ആൻഡ്രോയിഡ് ഫോൺ ഇല്ലാത്തത് കൊണ്ട് ആണ് ഞാനത് കാണിച്ചു തരാത്തത്. ഇൻ കേസ് എനിക്കൊരു ആൻഡ്രോയിഡ് ഫോൺ കയ്യിൽ കിട്ടുവാണെങ്കിൽ ഞാൻ ആൻഡ്രോയിഡിൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, സ്മൂത്തായിട്ട് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്നത് CapCut എങ്ങനെ iOS-ൽ ഡൗൺലോഡ് ചെയ്യാന്നുള്ളതാണ്. iOS ഇൻ ദ സെൻസ് നമുക്ക് ഐഫോൺ ആണെങ്കിലും ഐപാഡ് ആണെങ്കിലും മാക്കിലും ഒക്കെ സെയിം പ്രോസസ്സാണ്. അപ്പോൾ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് ആപ്പ് സ്റ്റോറിൽ നിന്ന് തന്നെയാണ്. റീജിയൻ മാറ്റിയിട്ട് ആപ്പ് സ്റ്റോറിൽ തന്നെ ഡൗൺലോഡ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് VPN ഉണ്ടെങ്കിൽ മാത്രമേ CapCut യൂസ് ചെയ്യാൻ പറ്റൂ. ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് VPN ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് റീജിയൻ മാറ്റി കൊടുത്താൽ മതി. പക്ഷേ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് VPN ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ആപ്പ് സ്റ്റോർ. ആപ്പ് സ്റ്റോർ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ നമ്മളുടെ അക്കൗണ്ട് കാണിക്കും. അപ്പോൾ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മളുടെ അക്കൗണ്ടിൻ്റെ മേലിൽ തന്നെയുള്ള പേര്, നെയിം കാണുന്ന സ്ഥലം ഒന്ന് ക്ലിക്ക് ചെയ്യുക. നെയിമും മെയിൽ ഐ ഡിയും കാണുന്ന സ്ഥലം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ നമ്മളുടെ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. അക്കൗണ്ട് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കൺട്രി ഓർ റീജിയൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. അപ്പോൾ നോർമലി നമ്മൾ ഇവിടെ CapCut കിട്ടുന്ന ഏതെങ്കിലും റീജിയൻ സെലക്ട് ചെയ്താൽ മതി. കുറേ സ്ഥലങ്ങളിൽ CapCut അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്യാറ് ഓസ്ട്രേലിയയാണ്. ഞാനിപ്പോൾ ഇതുവരെ ഡൗൺലോഡ് ചെയ്ത് മുഴുവൻ ഓസ്ട്രേലിയ റീജിയൻ വെച്ചിട്ടാണ്. ഓസ്ട്രേലിയ സെലക്ട് ചെയ്യുക, കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അഗ്രി കൊടുക്കുക. അഗ്രി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഒരു സംഭവം വരും. അപ്പോൾ ഫസ്റ്റത്തെ ഈ ഒരു പേയ്മെൻറ്റിൽ നമ്മൾ നണ്ണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഇവിടെ സ്ട്രീറ്റ് സിഡ്നിന്ന് കൊടുക്കുവാണ്. 6700 ആണ്. ഇത് നിങ്ങൾക്ക് സെയിം കൊടുക്കുക. എന്നിട്ട് സ്റ്റേറ്റ് ഇപ്പം അതിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതാണോ സൗത്ത് ഓസ്ട്രേലിയ സ്റ്റേറ്റ് നിങ്ങൾ അവിടെയുള്ള ഏതെങ്കിലും കൊടുക്കുക. എന്നിട്ട് ഫോൺ നമ്പർ ഈ സെയിം ഫോൺ നമ്പർ തന്നെ, അതായത് എത്രയുണ്ട് അത്രയും നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ സിറ്റി ഓർ സബർബ് കൂടി ഞാൻ സിഡ്നി സെയിം തന്നെയാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഡണ്ണ് ക്ലിക്ക് ചെയ്യുക. ഡണ്ണ് ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ ആപ്പിൾ സ്റ്റോറിൻ്റെ റീജിയൻ ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് മാറിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ ആപ്പിൾ സ്റ്റോർ ക്ലോസ് ചെയ്യുകയാണ്. ഇതിനൊന്നുകൂടി അത് എടുക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ ആപ്പിൾ സ്റ്റോറിൻ്റെ റീജിയൻ എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ആണ്. ഇനി ഞാൻ CapCut സെർച്ച് ചെയ്യുമ്പോൾ എനിക്കിവിടെ CapCut കിട്ടും. നമ്മൾ നോർമലി ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ഇന്ത്യയിലുള്ള ആൾക്കാർ CapCut എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ വേറെ പല ആപ്സുമാണ് വരിക. ഈസി കട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് വേറെ കുറച്ച് ആപ്സാണ് വരിക. അതൊന്നും CapCut അല്ല. CapCutന് ഇങ്ങനെ തന്നെ CapCut എന്ന് പറഞ്ഞ് തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ റീജിയൻ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് CapCut കിട്ടും. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചതുകൊണ്ട് ഇതിവിടെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കിത് ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക. ഇൻസ്റ്റാൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടാണ് കാണിക്കുക. ഞാൻ കുറേ മുന്നേ ഡൗൺലോഡ് ചെയ്ത CapCut ആണ്. അത് അപ്ഡേറ്റ് ചെയ്യാനുള്ള ധൈര്യം എനിക്ക് അങ്ങനെ ഉണ്ടാവാറില്ല. കാരണം കുറേ ആൾക്കാർക്ക് CapCutൽ പല ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. എപ്പോഴാണ് നമ്മളുടെ CapCut പോവുക എന്ന് വരെ നമുക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാറില്ല. ഇപ്പോൾ എൻ്റെ CapCut അത്യാവശ്യം കുഴപ്പമില്ലാതെ വർക്കിംഗ് ആണ്. അതുകൊണ്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാറില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ CapCut ഡൗൺലോഡ് ചെയ്യുക. ഇനി നമ്മൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് കൺട്രി ഓർ റീജിയൻ ബാക്ക് ടു നമ്മളുടെ പഴയത് തന്നെ ആക്കാം. അപ്പോൾ ഞാനത് ചേഞ്ച് ചെയ്തിട്ട് ബാക്കി പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ CapCut ഡൗൺലോഡ് ചെയ്ത് അതിലേക്ക് ഒരു വീഡിയോ എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ആദ്യം യൂസ് ചെയ്യുന്നത് കൊണ്ട് എനിക്കിപ്പം വീഡിയോസൊക്കെ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റി. പക്ഷേ ചില ആൾക്കാർക്ക് ഇത് കാണിക്കില്ല. അപ്പോൾ CapCut ഡൗൺലോഡ് ആയതിനു ശേഷം അതിൻ്റെ ഫീച്ചേഴ്സൊന്നും നിങ്ങൾക്കിപ്പോൾ ലോഡാവില്ല. കാരണം നമുക്ക് അവൈലബിൾ അല്ലല്ലോ. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഫിൽറ്റേഴ്സ് ട്രൈ ചെയ്യാൻ വേണ്ടി ഫിൽറ്റേഴ്സ് എടുക്കുവാണ്. അപ്പോൾ എനിക്ക് കാണിക്കുന്ന മെസ്സേജ് ഇങ്ങനെയായിരിക്കും: ടു മെനി പീപ്പിൾ ആർ യൂസിങ് ദിസ് ഫീച്ചർ, ട്രൈ അഗൈൻ ലേറ്റർ. ഈ മെസ്സേജാണ് കാണിക്കുക. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് VPNൻ്റെ ആവശ്യം വേണ്ടത്. അപ്പോൾ ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന VPN ഞാൻ മുന്നേ വീഡിയോസിൽ പറഞ്ഞ പോലെ സൂപ്പർ അൺലിമിറ്റഡ് പ്രോക്സി എന്ന് പറഞ്ഞൊരു VPN ആണ്. അപ്പോൾ അതല്ലാതെ വേറെയും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന കുറേ VPN ഉണ്ട്. ടർബോ VPN, പിന്നെ റാപ്പിഡ് VPN, പിന്നെ പ്രോട്ടോൺ എന്നൊക്കെ പറഞ്ഞ കുറേ VPN ഉണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് സൂപ്പർ അൺലിമിറ്റഡ് പ്രോക്സിയാണ്. എനിക്കത് അത്യാവശ്യം കുഴപ്പമില്ലാതെ വർക്ക് ആവാറുമുണ്ട്. പിന്നെയും എഗെയിൻ എൻ്റെ ആപ്പ് സ്റ്റോർ എടുക്കുവാണ്. ആപ്പ് സ്റ്റോറിൽ ഞാൻ പറഞ്ഞ VPN, ഞാൻ യൂസ് ചെയ്യുന്ന VPN ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൂപ്പർ അൺലിമിറ്റഡ് പ്രോക്സി എന്ന് പറഞ്ഞൊരു VPN ആണ്.
ഇത് ഈ ഒരു VPN ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ഏകദേശം ഒരു 2022 മുതൽ യൂസ് ചെയ്യുന്നതാണ്. ഇതും CapCut എനിക്ക് ഒരുപോലെ നല്ലപോലെ ഇതുവരെ കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ചില ആൾക്കാരൊക്കെ ഈ VPN വർക്ക് ചെയ്യാറില്ല എന്ന് പറയാറുണ്ട്, CapCutഉം വർക്ക് ചെയ്യാറില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഓരോ റീജിയൻ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന VPN അനുസരിച്ച്, നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള CapCut വേർഷൻ അനുസരിച്ച്, നമ്മളുടെ ഫോണിൻ്റെ മോഡൽ അനുസരിച്ച് CapCut ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് കാണിക്കാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ തന്നെ വേറെ ആളുടെ ഫോണിൻ്റെ CapCut നോക്കുമ്പോൾ അതിന് ഇൻ്റർഫേസ് പോലും ഡിഫറെൻ്റ് ആയിട്ട് ചിലപ്പോൾ തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന VPN എന്തായാലും ഇതാണ്. പിന്നെ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാവുമോ, പ്രൈവസി ഇഷ്യൂസ് ഉണ്ടാവുമോ എന്ന് ചോദിക്കാറുണ്ട്. അതിപ്പോൾ എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ഞാൻ 2-3 വർഷമായിട്ട് യൂസ് ചെയ്യുന്നു, പക്ഷേ ഇതുവരെ പേഴ്സണലി എനിക്ക് പ്രശ്നം വന്നിട്ടില്ല. എന്ന് വെച്ച് വേറെ ആർക്കും അത് ഗ്യാരണ്ടി പറയാനും എനിക്ക് പറ്റില്ല. അപ്പോൾ ഈ VPN ആണ് ഞാൻ യൂസ് ചെയ്യാറ്. അല്ലെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന VPN ആണ് ടർബോ VPN. ഈ VPNും അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. ഇത് കുറേ ആൾക്കാർക്ക് നല്ലപോലെ വർക്ക് ചെയ്യാറുണ്ട്. ഇനി ഇതല്ലെങ്കിൽ വേറൊരു VPN കൂടി പറഞ്ഞുതരാം. അതാണ് പ്രോട്ടോൺ VPNും അത്യാവശ്യം നല്ല VPN ആണ്. കുറേ ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ്, ഫാസ്റ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് VPN ആയി, CapCut ആയി. ഇനി ഇത് രണ്ടും കൂടി എങ്ങനെ പ്രോപ്പർലി യൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അത് ഞാൻ CapCut ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ, ഇപ്പം ഞാൻ എൻ്റെ റീസെൻ്റ്ലി ഓപ്പണിൽ നിന്ന് പോലും CapCut റിമൂവ് ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ എൻ്റെ VPN ഓപ്പൺ ചെയ്യുകയാണ്. VPN ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ ഏതെങ്കിലും ഒരു റീജിയനായിട്ട് കണക്ട് ചെയ്യണം. ഞാൻ നോർമലി കണക്ട് ചെയ്യാറ് US, UK അല്ലെങ്കിൽ ലോസ് ആഞ്ചലസ് പോലുള്ള റീജിയൻസിലേക്കാണ്. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് അത്യാവശ്യം കുറച്ചുകൂടി നല്ല ഫീച്ചേഴ്സ് കിട്ടുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മൾ കണക്ട് ചെയ്യുന്ന റീജിയൻ അനുസരിച്ച് നമ്മളുടെ ഫീച്ചേഴ്സൊക്കെ മാറുന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. തോന്നലാണോ എന്നറിയില്ല, പക്ഷേ കുറേ സംഭവങ്ങൾ അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം ചില റീജിയൻസിൽ ചില ഫീച്ചേഴ്സ് അവൈലബിൾ ആയിരിക്കും, ചില റീജിയൻസിൽ അത് പ്രോയിൽ കാണിക്കും. അപ്പോൾ ഞാൻ സ്പെയിൻ പോലുള്ള ലൊക്കേഷനൊക്കെ എടുക്കുമ്പോൾ എനിക്ക് കുറേ ഫീച്ചേഴ്സൊക്കെ കിട്ടാറുണ്ട്. UK പോലുള്ള ലൊക്കേഷൻ എടുക്കുമ്പോൾ പ്രോയിൽ തന്നെ നല്ല കുറേ ഫീച്ചേഴ്സ് കിട്ടും. എന്നിട്ട് ഞാൻ VPN ഒക്കെ ഓഫ് ചെയ്തിട്ട് അത് എക്സ്പോർട്ട് ചെയ്ത് എടുക്കാറുണ്ട്. അത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്, കുറച്ച് ട്രിക്കിയാണ്. എക്സാക്ട്ലി എങ്ങനെ വർക്ക് ചെയ്യുന്നത് നമ്മൾ തന്നെ 2-3 പ്രാവശ്യം ചെക്ക് ചെയ്തിട്ട് വേണം മനസ്സിലാക്കാൻ. പക്ഷേ CapCut ഈസ് വർത്ത് ദാറ്റ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ബാക്കി എല്ലാ എഡിറ്റിംഗ് ആപ്പും നല്ലതാണ്, നമുക്ക് CapCut ചെയ്യുന്ന സെയിം എഡിറ്റിംഗ് വേറെ ആപ്സിലും ചെയ്യാൻ പറ്റും. പക്ഷേ ഓൺലി ദാറ്റ് അതിൽ കുറച്ച് കൂടുതൽ ഫീച്ചേഴ്സും എഫക്ട്സും ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ CapCut യൂസ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് VPN കണക്ട് ചെയ്യാം. ഇവിടെയുള്ള കണക്ഷൻ, ഇവിടെയുള്ള ജസ്റ്റ് കണക്ട് എന്ന് പറഞ്ഞ് കണക്ട് ചെയ്യാതെ ഞാൻ മേലെയുള്ള ഈ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യാനുള്ള ഫാസ്റ്റസ്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞ ടാബ് ക്ലിക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ഞാനിപ്പം തൽക്കാലം നമുക്ക് UK ചൂസ് ചെയ്യാം. ഞാൻ യുണൈറ്റഡ് കിങ്ഡം സെലക്ട് ചെയ്യാണ്, കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കണക്റ്റഡ് എന്ന് കണ്ടതിന് ശേഷം മാത്രമാണ് ഞാൻ CapCut ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ കണക്റ്റഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്ക് ക്ലിക്ക് ചെയ്ത് CapCut ഓപ്പൺ ചെയ്തു. ഇനി ഞാൻ നേരത്തെ എടുത്ത വീഡിയോ തന്നെ ഞാൻ എടുക്കുവാണ്. ഇപ്പോൾ ഞാൻ ഫിൽറ്റേഴ്സ് എടുക്കുവാണ്. നേരത്തെ ഞാൻ എടുത്ത പോലെ ഏതെങ്കിലും ഒരു സ്ഥലം എടുക്കുവാണ്. എല്ലാ ഫീച്ചേഴ്സും ഇപ്പോൾ എനിക്ക് പ്രോപ്പർലി ലോഡായിട്ടുണ്ട്. നല്ല സ്പീഡിൽ തന്നെ, ഒട്ടും ഹാങ് ഒന്നും ഇല്ലാതെ നല്ല സ്പീഡിൽ തന്നെ ടച്ച് വുഡ് ഇത് ഓപ്പൺ ആവുന്നുണ്ട്. അപ്പം സിമ്പിളാണ് CapCut യൂസ് ചെയ്യാൻ. അപ്പം ഫോർ എക്സാമ്പിൾ ട്രാൻസിഷൻസ് ഒക്കെ കൊടുക്കാനാണെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ട്രാൻസിഷൻസ് നമുക്കിവിടെ വരും. ഇപ്പോൾ ഇവിടെ പ്രോ ഒന്നും കാണിക്കുകയില്ല. അത്യാവശ്യം നല്ല കുറേ ട്രാൻസിഷൻസ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോഴും അങ്ങനെ പ്രോ ഒന്നും കാണിക്കില്ല. ഇവിടെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ കണ്ടോളൂ, നമുക്കിവിടെ സെറ്റിങ്സ് ഒക്കെ മാറ്റാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മൾ CapCut ഡൗൺലോഡ് ചെയ്യുക, VPN ഡൗൺലോഡ് ചെയ്യുക, CapCutഉം VPNഉം ഒന്നിച്ച് വെച്ച് സീംലെസ്ലി യൂസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി ഞാൻ വിശ്വസിക്കുന്നു. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ. അപ്പോൾ അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് CapCutൽ എങ്ങനെ നമുക്ക് ലോങ് വീഡിയോസ് എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ വീഡിയോസ് എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ആക്ച്വലി ഭയങ്കര ഈസിയാണ്. ഈ CapCut ഡൗൺലോഡ് ചെയ്ത് പ്രോപ്പർലി അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ലോഡായിട്ടുണ്ടെങ്കിൽ ബാക്കിയൊക്കെ ഭയങ്കര സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത പ്ലാൻ. നിങ്ങൾക്ക് ഇതിന് മുന്നേ വേറെ എന്തെങ്കിലും വീഡിയോ വേണം, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ടോപ്പിക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ. പിന്നെ ലാസ്റ്റ് വീഡിയോയിലേക്കാളും കുറച്ചുകൂടി കോൺഫിഡൻസ് ഇപ്രാവശ്യം എനിക്ക് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ അത്യാവശ്യം കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ സംസാരിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഡു ലെറ്റ് മീ നോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അറിയിക്കുക. പിന്നെ 2025 മുതൽ 2026 മുതൽ കുറച്ചുകൂടി കൺസിസ്റ്റൻ്റ് ആവണം എന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു യൂട്യൂബിൽ. പക്ഷേ നാട്ടിൽ പോയി വന്നപ്പോഴേക്കും വൈറൽ ഫീവർ വന്നു, സൗണ്ടൊക്കെ മാറി, ഒരുപാട് സ്ട്രെയിൻ എടുക്കാൻ പറ്റാതെയായി. കാരണം സൗണ്ട് ഇപ്പം പോകും നാളെ പോകും എന്ന് പറഞ്ഞ അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ ലാസ്റ്റായിട്ട് 3 വീഡിയോസിലും എൻ്റെ സൗണ്ട് പോകുന്നതിന് തൊട്ട് മുന്നേ 3 ഓഡിയോവും ഒന്നിച്ച് റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം ഇന്നാണ് കുറച്ച് ബെറ്ററായിട്ട് ഫീൽ ചെയ്തത്. അപ്പോൾ ഇന്ന് തന്നെ സെക്കൻഡ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ലാസ്റ്റ് വീഡിയോയിൽ എനിക്കറിയാം നോയ്സ് വളരെ കൂടുതലായിരുന്നു, എൻ്റെ സൗണ്ട് ഒട്ടും ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റയിൽ പറഞ്ഞ പോലെ ഞാനൊരു മൈക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പ്രോപ്പർലി റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇൻസ്റ്റയിലിടാം. പിന്നെ എന്താ, അപ്പോൾ ഓക്കെ, എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു.
ഹാപ്പി ക്രിയേറ്റിംഗ്. എഡിറ്റിംഗ് സിമ്പിളാണ്, പിന്നെ CapCut ഡൗൺലോഡ് ആക്കാനും സിമ്പിളാണ്, CapCut എഡിറ്റ് ചെയ്യാനും സിമ്പിളാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഹാപ്പി ക്രിയേറ്റിംഗ്.